CJP കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷ ചോർന്നത് ഒരു വലിയ വിഷയമാക്കി വളരെ വിജയത്തിലെത്തി എന്നൊക്കെയുള്ള ധാരണയിൽ നടക്കും. സത്യത്തിൽ അവരൊരു വിജയം നേടിയിട്ടുണ്ട്, അതില്ലാതെ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അവർ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചു. അതൊരു കഴിവ് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ആ സമരം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് ലഹളം ഉണ്ടാക്കി. പക്ഷെ അതിൽ അവരുടെ ബാക്കിൽ കൂടിയ അവരറിയാത്ത ആ ഗൂഢസംഘത്തിൻ്റെ കഥയാണ് ജനങ്ങൾക്കറിയേണ്ടത്. അത് അവിടെ ഇപ്പോഴും ഒരു പുറത്തു വരാത്തൊരു രഹസ്യമായി നിലനിൽക്കുകയാണ്. കാരണം ഈ കോക്രോച്ച് പാർട്ടിയുടെ നീറ്റ് പരീക്ഷയ്ക്ക് സപ്പോർട്ടുമായി കേരളത്തിൽ നിന്നാണ് ഒരുപാട് അവിടെ എത്തിയിരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ കണ്ടതാണ്. പൗരത്വ ബില്ല് വന്നപ്പോഴും CA വന്നപ്പോഴും SIR വന്നപ്പോഴും കർഷക സമരം വന്നപ്പോഴും ഒക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കയറിപ്പോവാറുണ്ട്. ഈ സമയത്തും ചില ടെലിവിഷൻ അവതാരകർ, കാടന്മാർ ഒക്കെ അവിടെ എത്തി. ഇവരെ ആരാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇത് പുറത്ത് കൊണ്ടുവരണം ഈ ന്യൂസ്. ഇവരെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ E20 പെട്രോളിൻ്റെ വിഷയം കയ്യിലെടുക്കാൻ നോക്കി. അതെന്തോ ഇപ്പോൾ കാര്യമായിട്ട് അത് ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലായിട്ട് തോന്നുന്നു. ഇപ്പോൾ വേറൊരു വിഷയമാണ് പുതിയതായിട്ട് ഒരു വിഷയമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ടീക്കരോ സ്കൂളുകളെല്ലാം നന്നാക്കൂ. സംഗതിക്ക് വളരെ നല്ല കാര്യം ഇത് പറയുമ്പോൾ. ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതാത് സംസ്ഥാനങ്ങളാണ് കൊണ്ടു നടക്കുന്നത്. ഒന്ന്, ഇപ്പം ഈ ഒരു പെട്ടെന്ന് അതായത് ടീക്കരോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. 70 കൊല്ലം ഇവിടെ ഭരിച്ച് നിരങ്ങി. ആ സമയത്ത് പെട്ടെന്ന് കയറി വന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി മറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സമരമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ എന്തിനു ടീക്കരോ സ്കൂളല്ലല്ലോ, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പോയി നോക്കിയാൽ മതി. എന്തിന് സർക്കാർ ഓഫീസുകൾ പോയി നോക്കിയാൽ മതി. ഇവിടെ പല സർക്കാർ ഓഫീസുകളിലും അവിടുത്തെ ശുചിമുറികൾ അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ സംഭവമല്ല. ഇത് സർക്കാർ സ്ഥാപനങ്ങൾ, അത് ഇന്ത്യയിൽ മാത്രമല്ല, നല്ല റിച്ച് കൺട്രിയിൽ പോലും പോയാൽ സർക്കാർ സ്ഥാപനത്തിൽ പോയാൽ വേറെ ഫീലിംഗാണ്. സർക്കാർ ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരവസ്ഥയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക്. പ്രൈവറ്റ് അങ്ങനെയല്ല. ടിക്കൊരോ എന്ന് പറഞ്ഞിട്ട് സർക്കാർ സ്കൂളിലല്ല, പ്രൈവറ്റ് സ്കൂളിൽ ഒന്ന് കാണിക്കി. അപ്പോൾ ഈ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തടി അനങ്ങിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങ്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എവിടെയാണ് ഡാൻസ് കളിക്കുന്നത് എന്ന് അതിൻ്റെ ചിത്രമൊക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നതാണ്. എന്നാലും നിങ്ങൾ കുറച്ചും കൂടിയും ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിട്ട് നാണം കെട്. അതിനിടയ്ക്ക് നിങ്ങളൊരു പ്രസ്താവന ഇറക്കിയിട്ട് അത് കുറച്ച് കൂടിപ്പോയി. അതായത് BJPയിലേക്ക് ചെല്ലാൻ നരേന്ദ്രമോദിജി ആളെ വിട്ടു. മര്യാദയ്ക്ക് ചെന്നില്ലെങ്കിൽ മിരട്ടിയിട്ട് പേടിപ്പിച്ചു. ഒരു തെളിവ് നിങ്ങളതിന് പുറത്തു വിടാൻ പറ്റുമോ? നിങ്ങളെല്ലാറ്റിനും തെളിവാണല്ലോ ഇപ്പോൾ പുറത്തു വിടുന്നത്. അപ്പം നിങ്ങൾ ഈ പച്ച നോണ പറഞ്ഞ് പരത്തി നിങ്ങളങ്ങോട്ട് വലുതാവാം എന്നാണോ നിങ്ങളുടെ ധാരണ? പാറ്റകളെ, പാറ്റയ്ക്കൊരു വിലയൊക്കെ ഉണ്ട്. ആ വില നിങ്ങൾ കളയല്ലേ. നിങ്ങളെന്താ വിചാരിച്ച് പ്രധാനമന്ത്രിക്ക് നിങ്ങളെ ക്ഷണിക്കാൻ നേരമുള്ളൂ? നിങ്ങൾ ആരാ? നിങ്ങൾ വലുതാവാൻ തന്നെ കാരണം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണ്. ആ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നിങ്ങളാരും ശ്രദ്ധിച്ചിട്ട് തന്നെയില്ല. പെട്ടെന്ന് നിങ്ങളങ്ങോട്ട് വലുതാവാൻ കാരണം നിങ്ങളെ പിന്നിൽ ഇവർ വന്ന് അണിനിരന്നു. ഇവിടുത്തെ CPM-കാരും കോൺഗ്രസ്സുകാരും.
അപ്പോൾ നിങ്ങളങ്ങോട്ട് വലുതായി. ഇപ്പോൾ നിങ്ങൾ അവരൊപ്പം നിൽക്കൂ. എന്നിട്ട് നിങ്ങൾ പറയാം നരേന്ദ്രമോദി നിങ്ങളെ പാർട്ടിയിലേക്ക് വിളിച്ചു, വന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക. എന്തിനാണ് ആശാന്മാർ നിങ്ങൾ ഈ സമൂഹത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങാൻ നടക്കുന്നത്? വിദ്യാർത്ഥി സമൂഹം എന്താണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥികളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്താണെന്ന് ഇവിടെ കണ്ടതാണ്. JNUവിൽ വിദ്യാർത്ഥി പറഞ്ഞ 60 വയസ്സാണ്. നീയൊക്കെ അതിൽ പോയി പെടേണ്ട ആൾക്കാരാണ്. അവരൊക്കെയാണ് നിങ്ങളുടെ പിന്നിലുണ്ടായിരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, രാജ്യത്ത് പല നല്ല കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വിഘടനം വയ്ക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുമായി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെ നിങ്ങൾക്കുണ്ടാവും. അല്ലാതെ നിങ്ങളെ BJPയിലേക്കൊന്നും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ നുണ പറയുന്നു. എന്നാൽ തെളിവ് പറഞ്ഞിട്ടോട് കാണിച്ചോട് സംസാരിക്കും. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കല്ലേ. നീറ്റ് പരീക്ഷയിലും അതല്ലേ നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ പരീക്ഷ ആ സമരത്തിൽ ഒരു നീറ്റ് പരീക്ഷ എഴുതി എത്ര കുട്ടികളുണ്ടായിരുന്നു? എൻ്റെ എണ്ണം തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിൻ്റെ വീഡിയോ ഉണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇനിയും ഇത് തന്നെയാണ് ഇവിടെ പല പാർട്ടികളും രൂപീകരിച്ചപ്പോൾ കാട്ടിക്കൂട്ടിയ വിപ്ലവങ്ങൾ. BJPയിൽ അല്ലെങ്കിൽ തന്നെ തലമൂത്ത മറ്റുള്ള പാർട്ടിയിലെ നേതാക്കൾ ഒരു ശരിയായ ഒരു അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റാതെ കിടന്ന് വട്ടം തിരിയുന്ന BJP നിന്നെ വിളിച്ചു വരുത്തി അവിടെ നാണല്ലടോ കോക്രാച്ച് നേതാക്കളെ. ഈ ആവശ്യമില്ലാത്ത നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്. BJPയിൽ പറഞ്ഞില്ലേ സർപ്ലസ് ആയിട്ട് ഓരോ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ BJP തലവേദനയായിട്ട് ഇരിക്കുകയാണ്. BJPയിൽ നിലവിലുള്ളവരെ എങ്ങനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം അറിയാതെ. അപ്പോൾ കോക്രോച്ച് പറയാം ഞങ്ങളെ തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു, ഞങ്ങൾ ചെന്നില്ലെങ്കിൽ മിരട്ടി ചേർത്തു. എന്തിനാണ് ആശാന്മാർ നിങ്ങൾ ഈ അനാവശ്യ നുണ പറഞ്ഞിട്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങളെന്താ വിചാരിച്ചത്? ചില്ലറ കളിയല്ല. നിങ്ങൾ ഇപ്പോൾ ടീക്കരോ പറയും സ്കൂളിൽ പോയി ടാപ്പ് തിരിച്ച് വെള്ളം വരുത്തുന്നതും അവിടെ വെള്ളം കെട്ടി നിൽക്കണതും അവിടെ എന്തെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കണമെന്നും കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ 10-70 കൊല്ലമായിട്ട് ഇവിടെ തന്നെ അവസ്ഥ. ആദ്യമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി സ്കൂളിൽ നടപ്പാക്കുന്നത്. അറിയോ? പോയി പഠിക്കുക എന്താ PM ശ്രീ പദ്ധതി എന്ന്. ഇന്ത്യയിലെ ഒരുപാട് സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞു. ഈ കോക്രോച്ച് നേതാക്കളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതെന്താണെന്നും എന്താണ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പോയി പഠിക്കുക. നീ പെട്ടെന്ന് വന്നിട്ട് ടീക്കൊരോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂക്കി വിളിക്കാൻ നോക്കണ്ട. അത് നിനക്ക് നിൻ്റെ തടിക്കും നല്ലതല്ല.